വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവധിയിലുള്ള ഉദ്യോഗസ്ഥരോട് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ സൈന്യം നിർദ്ദേശം നൽകി. സംയുക്ത സേന ഇതുവരെ 1000-ലധികം പേരെ രക്ഷപ്പെടുത്തിയതായി സൈന്യം ഔദ്യോഗികമായി അറിയിച്ചു. 70ഓളം മൃതദേഹങ്ങൾ കണ്ടെടുത്തുവെന്നും സൈന്യം വ്യക്തമാക്കി. തിരുവനന്തപുരത്തുള്ള 2 ആർമി സംഘങ്ങൾ രാത്രി ഇന്നലെ കോഴിക്കോടെത്തി. മദ്രാസ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് 2 മണിക്ക് സംഭവസ്ഥലത്തെത്തി. ചൂരൽമലയിൽ 170 അടി നീളമുള്ള പാലം നിർമ്മിക്കുമെന്നും സൈന്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. JCB ട്രക്കുകൾ അടക്കമുള്ള സാമഗ്രികൾ 2 മണിയോടെ വയനാട്ടിലെത്തുമെന്നും സൈന്യം വ്യക്തമാക്കി. നാടിനെ നടുക്കിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം മരണസംഖ്യ 168 റിപ്പോർട്ട് ചെയ്തു. 191 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ്. 50 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമാണ്. 3069 പേരെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കാണാതായവർക്ക് വേണ്ടി തെരച്ചിൽ നടത്താൻ ദൗത്യസംഘം പുലർച്ചെ തന്നെ മുണ്ടക്കയിലെത്തിയിരുന്നു.